നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 അവസാനിക്കുകയാണല്ലോ. അപ്പോൾ 2025-26 സീസണിൻ്റെ പകുതി കഴിഞ്ഞു എന്നർത്ഥം. ഇതുവരെയുള്ള പ്രകടനം വെച്ച് നമ്മളൊരു ടീം ഓഫ് ദി സീസൺ നോക്കുകയാണെങ്കിൽ ലാ ലീഗയിൽ ആരൊക്കെ ടീം ഓഫ് ദി സീസണിലുണ്ടാകും? ഫ്ലാഷ് സ്കോറിൻ്റെ റേറ്റിംഗ് വെച്ചുകൊണ്ട് സ്കോർ 90 ഒരു ടീം ഓഫ് ദി സീസൺ അവതരിപ്പിക്കുന്നു. അതിലാരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ടീം ഓഫ് ദി സീസണിൽ ബാഴ്സലോണ, റയൽ മാഡ്രിഡ് താരങ്ങളുടെ ആധിപത്യം തന്നെയാണ്. അത് സ്വാഭാവികമാണ്. ഗോൾ കീപ്പറായിട്ട് പക്ഷേ വരുന്നത് എസ്കാൻഡലാണ്. ബാക്കി താരങ്ങൾ പ്രധാനമായും റയൽ മാഡ്രിഡ് അതുപോലെ FC ബാഴ്സലോണ ടീമുകളിൽ നിന്നുള്ളവരാണ്. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ഒരാളുമുണ്ട്. സോ ആരോൺ എസ്കാൻഡലാണ് ഗോൾ കീപ്പറായിട്ട് വരുന്നത്. അദ്ദേഹം മികച്ച രൂപത്തിലുള്ള പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒവീഡോയുടെ താരമായിട്ടുള്ള എസ്കാൻഡൽ 7.2 റേറ്റിങ്ങോടെ അദ്ദേഹം ഗോൾ കീപ്പറായിട്ടുണ്ട്. ഡിഫൻസിൽ നോക്കുമ്പോൾ കരേറസ്, റയൽ മാഡ്രിഡിൻ്റെ കരേറസ് 7.2 റേറ്റിംഗ്, അതുപോലെ ഹൂയിസൺ 7.2 റേറ്റിംഗ്, എദർ മിലിറ്റാവോ 7.4 റേറ്റിംഗ്. 3 റയൽ മാഡ്രിഡ് താരങ്ങളാണ്. ഇനി മറ്റൊരു മാഡ്രിഡ് താരം, പക്ഷേ റയലല്ല, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരം ലൊറൻറ്റെ, അദ്ദേഹമാണ് ഡിഫൻസിൽ മറ്റൊരു താരം 7.2 റേറ്റിംഗ്. മധ്യനിരയിൽ വരുമ്പോൾ 2 റയൽ താരങ്ങളും ഒരു ബാഴ്സ താരവും. ബാഴ്സയുടെ മധ്യനിരയിലെ എൻജിൻ പെഡ്രി 7.5 റേറ്റിങ്ങോടെ ടീം ഓഫ് ദി സീസണിലുണ്ട്. അതേസമയം മറ്റു 2 റയൽ താരങ്ങളാണ് ബെല്ലിങ്ങാം റേറ്റിംഗ് 7.4, ആർദാക്യുള്ള റേറ്റിംഗ് 7.5. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ 2 ബാഴ്സ താരങ്ങളും ഒരു റയൽ താരവുമാണ്. ഇരു പാർശ്വങ്ങളിലായിട്ട് വിങ്ങർമാരായിട്ട് ബാഴ്സ താരങ്ങളാണ്. ലാമിനെ യമാൽ ഈ ടീമിൽ ഏറ്റവും അധികം റേറ്റിംഗ് അദ്ദേഹത്തിനാണ് 8.1. ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹതാരം റാഫീഞ്ഞ റേറ്റിംഗ് 7.8. ഗോളടിക്കാൻ റയൽ മാഡ്രിഡിൻ്റെ കിലിൻ എംബാപ്പെ 7.8. അപ്പോൾ ഈ 11 താരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 9 പേരും ബാഴ്സ റയൽ താരങ്ങളാണ്. ഇനി കുറച്ചുകൂടി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 3 പേര് ബാഴ്സ താരങ്ങളാണുള്ളത്. അതേസമയം 6 താരങ്ങൾ റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളാണ്. യെസ്, സീസണിൽ ഈ 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ ലാ ലീഗ ടേബിളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ബ്രേക്കിന് പോകുമ്പോൾ ബാഴ്സ 1-മതും റയൽ 2-മതുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.